ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. അടക്കി വാഴുക. ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവിൻ എന്ന് പറഞ്ഞു. എന്തിനെയാണ് നാം അടക്കേണ്ടത്? എന്തിന്മേലാണ് നാം വാഴേണ്ടത്? ഉൽപ്പത്തി ചരിത്ര ഗ്രന്ഥമാണ്. ചരിത്രത്തെ വ്യാഖ്യാനിച്ച് വേണം നാം മനസ്സിലാക്കാൻ. ഇത് ആത്മീയ ചരിത്രം ആയതിനാൽ ആത്മീയമായി വ്യാഖ്യാനിക്കണം. അടക്കാൻ പറഞ്ഞത് സമുദ്രത്തിലെ മത്സ്യത്തെയും ആകാശത്തിലെ പക്ഷികളെയും സകല ഭൂചര ജന്തുക്കളെയും ആണ് എന്ന് വ്യാഖ്യാനിക്കാൻ ഒരു കാരണവും കാണുന്നില്ല. കാരണം ഏതിനിലോ പുറത്തോ ഇവയൊന്നും മനുഷ്യന് ഹാനികരമായി പ്രവർത്തിച്ചതിൻ്റെ തെളിവില്ല. ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഇന്നും ഇല്ല. വനത്തിൽ ആവശ്യത്തിന് വെള്ളവും തീറ്റയും ഉണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങില്ല. പിന്നെ എന്തിനെയാണ് ഇവിടെ അടക്കാൻ പറഞ്ഞിരിക്കുന്നത്? പിശാചിനെയാണ്, പൈശാചികതയെയാണ്, പ്രലോഭനങ്ങളെയാണ്. കാരണം മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഇത് വ്യക്തമായി കാണുന്നുണ്ട്. ഉൽപ്പത്തി 4:7 കായിനോട് ദൈവം പറയുന്നുണ്ട്, പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്നാണ്. ഹവ്വായ്ക്ക് അത് കഴിഞ്ഞില്ല. ഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, പറിച്ചു തിന്നു കൊടുത്തു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16. യേശുവും അതിജീവിച്ചത് ഇത് മൂന്നുമാണ്. കല്ലിനോട് അപ്പമാകുക, ലോകത്തിൻ്റെ അധികാരവും മഹത്വവും ആരാധനയും. മൃഗങ്ങളെയും മറ്റ് മനുഷ്യരെയും അടക്കുകയും ഭരിക്കുകയും ചെയ്യാതെ നമ്മിലുള്ള പൈശാചികതയെ അടക്കി പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനെ സംരക്ഷിച്ച് മുന്നേറുക. അതാണ് ചെയ്യേണ്ടത്. വാഴുക എന്നാൽ ചൂഷണം ചെയ്യുക എന്നല്ല, സംരക്ഷിച്ച് ഉപജീവിക്കുക എന്നാണ്. ദൈവം അതിനായി നമ്മളെ അധികം സഹായിക്കുമാറാകട്ടെ. ആമേൻ.